ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ബീഫില്ലാതെ നമുക്കൊരു ബീഫ് പത്തൽ ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരം കൂടിയാട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്കിതാ വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പച്ചരിയാവുന്നത്. അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3-4 വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിനൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ആ ഒരു 3 മണിക്കൂറിന് നമ്മളെ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഇപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരി ഇതാ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചരി ഇതാ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 3 മണിക്കൂർ വെച്ചതിന് ശേഷം ആ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഈ പച്ചരി മാത്രമായിട്ട് അങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓവറായി പോകാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ മാവ് ലൂസായി പോകും. എന്നാൽ വെള്ളം കുറയാനും പാടില്ല കേട്ടോ. നമ്മൾ ഈ ചോറിൻ്റെയും അരിയുടെ ഒക്കെ അളവ് അനുസരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അതൊന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വരട്ടെ. മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് ഈ ഒരു സവാളയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറി വന്നോളൂ. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റിയിട്ട് കൊഴിഞ്ഞ് പോകണ്ട കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1-2 പച്ചമുളക് കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് അത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നത് വരെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഉടക്കുന്ന സമയത്ത് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിനാകാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. 1 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുക്കായിട്ട് കിട്ടിക്കോളുവേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പൊടിയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കേ. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കറിവേപ്പില മാത്രമാണെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയും ചേർക്കാം കേട്ടോ. എന്നിട്ട് അതൊന്നുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അപ്പച്ചെമ്പ് എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പില്ലേ അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പരന്നൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഗീയും കൂടി വെച്ചിട്ട് ഗീ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇങ്ങനെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിയുടെ മാവുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ മസാല ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു മസാലയിൽ വേണമെന്നുണ്ടെങ്കിൽ ബീഫ് ചേർക്കാം, ചെമ്മീൻ ചേർക്കാം, ചിക്കൻ ചേർക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിയേയില്ല. അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലും. അപ്പം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ നമ്മളിത് ആ മസാലയൊക്കെ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയാലും ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുക്കായിനൊന്ന് നോക്കിയാൽ മതി. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ ശേഷമുള്ള നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ കൈ വെച്ചിട്ട് തൊട്ട് വെക്കുന്ന സമയത്ത് ഇതുപോലെ ആവണ്ടാണേ. അതാട്ടോ ഇതിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. നമ്മൾ ഇതിൽ ബീഫോ ചിക്കനോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇല്ലേ അടിപൊളി. നമ്മൾ ഒരു തവണ കഴിച്ച് നമുക്ക് വീണ്ടും ഇത് കഴിക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. Bye. Thank you.